ഹോസ്റ്റലിൽ ജിമ്മിലോട്ട് പോകാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കുറെ സംഭവങ്ങൾ. ഹൈ പീപ്പിൾ, ടുഡേ വി ആർ ഗോയിങ് ടു എ ന്യൂ ജിം. ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിന്റെ ഹോസ്റ്റലിന്റെ പൊക്കത്ത് പുതിയൊരു ജിം തുടങ്ങി, അങ്ങോട്ട് പോവാ. ഓണറിനെ വിളിച്ച് മൺഡേ പ്ലാൻ എത്ര രൂപയാന്ന് ചോദിച്ചു. അങ്ങനെ വർക്കൗട്ടേയും കയറാൻ ഓർത്തപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ ഞങ്ങൾക്ക് പ്ലാനൊന്നുമില്ല, പുതിയതായിട്ട് തുടങ്ങിയോണ്ട് നമുക്ക് ഡയറക്റ്റ് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്തോളാൻ പറഞ്ഞു 2 ദിവസത്തേക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് വാമപ്പും പുഷപ്പൊക്കെ അടിച്ചിട്ട് നേരെ ബെഞ്ച് പ്രസ്സിലോട്ട് കയറി. ഇത് നമ്മുടെ സെക്കൻഡ് സെറ്റ് ആണ്. ഒരു വാമപ്പ് സെറ്റും 3 വർക്കിംഗ് സെറ്റുമാണ് നമ്മൾ അടിക്കുന്നത്. വലിയ വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് 80 കിലോ ഉള്ളൂ. ആ ബാറിന്റെ ഗ്രിപ്പ് എനിക്ക് വശം കിട്ടുന്നില്ല. പിന്നെ കുറെ നാളായി ജിമ്മിൽ വന്നിട്ട് അങ്ങനെ കുറച്ച് പാടായിരുന്നു അടിക്കാൻ. ഒരു സ്പോർട്സ് മീറ്റിനൊക്കെ പോയിട്ട് ഒരാഴ്ചയായിട്ട് ബ്രേക്ക് ആയിരുന്നു, അതാ പിന്നെ കുറച്ച് പാടായിരുന്നു അടിക്കാൻ. പിന്നെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് ആയിട്ട് നമ്മൾ ഒരു 90 കിലോ അടിക്കാന്ന് ഓർത്തിട്ട് അതിന്റെ ബാറിന്റെ ഗ്രിപ്പ് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പോസ് ഒക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല, മര്യാദയ്ക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഞാനാണ് ഒരു വശവും കിട്ടാതെ ബാറും പിടിച്ചുകൊണ്ടൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഇവൻ പോയി ലെഗ് പ്രസ് അടിക്കുന്നു. ഇനി ചെസ്റ്റ് അടിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ലെഗ് പ്രസ് അടിക്കുന്നു. നമ്മൾ നേരെ നമ്മുടെ സെക്കൻഡ് വർക്കൗട്ടായി ഇംഗ്ലൈൻ ഡംബൽ പ്രസ്സിലോട്ട് കയറി. നമ്മുടെ ജിമ്മ് കുറച്ച് ചെറുതാണെങ്കിലും അത്യാവശ്യം കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അത്യാവശ്യം ഫുൾ സ്പേസ് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഇംഗ്ലൈൻ ഡംബൽ പ്രസ് അടിച്ച്. ഇംഗ്ലൈൻ ഡംബൽ പ്രസ് വലിയ പാടൊന്നുമില്ല അടിക്കാൻ, 30 കിലോ. പക്ഷേ അതിന്റെ ഫൈബർ ഭയങ്കര വലുതാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. എന്റെ ജിമ്മിൽ ഡംബലിന് അത്ര സൈസ് ഇല്ല. പിന്നെ ഒരിക്കലും നമ്മൾ ഡംബൽ താഴ്ത്തിട്ടില്ല, മാക്സിമം നേരെ കൊണ്ട് റാക്കത്തിനെ റീറാക്ക് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണ എന്റെ ജിമ്മിലൊക്കെ ലോവർ ചെസ്റ്റിന് വേണ്ടിയിട്ട് കേബിളിലാണ് അടിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഡിക്ലൈൻ മെഷീൻ പ്രസ് ഉണ്ടായിരുന്നുണ്ട്, അത്യാവശ്യം എളുപ്പമായിരുന്നു. ഇത് ഏകദേശം ഒരു സൈഡിൽ 75 കിലോ ഉണ്ട്. അടിച്ചിട്ട് അത്യാവശ്യം കിഡിലുമായിട്ട് പിടിക്കുന്നുണ്ട് നമ്മുടെ ലോവർ ചെസ്റ്റിന്. പിന്നെ നമ്മുടെ ചെസ്റ്റിന് ലാസ്റ്റ് വർക്കൗട്ടായ പെക്ടെക് ഫ്ലൈയും കൂടി അടിച്ചിട്ട് നമ്മളത് നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ ട്രൈസെപ്സിനും കൂടി 2 വേരിയേഷൻ കൊടുത്ത്, കേബിൾ ട്രൈസെപ്സ് പുഷ് ഡൗണും കൊടുത്ത് പുൾ ഓവറും കൊടുത്ത്. കേബിളിൽ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഉടുപ്പൊരു പോസ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇപ്പൊ അത്യാവശ്യം നല്ല ബൾക്കി ലുക്ക് ആയിട്ടുണ്ട്. ഏകദേശം 74 കിലോ ഉണ്ട്. ഞാൻ അത്യാവശ്യം കട്ട് ചെയ്ത് 68 കിലോയിൽ അത്യാവശ്യം ആപ്സ് ഒക്കെ തെളിയിപ്പിച്ച് വന്നപ്പോഴാണ് ഒരു ട്രിപ്പ് പോയിട്ട് ഇപ്പൊ ഒരു 1.5 മാസം ഡയറ്റും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നടക്കുക. പിന്നെ അടുത്ത വ്ലോഗായിട്ട് വരാം. ബൈ ബൈ.